അണുമണിത്തൂക്കം നന്മ ഒരാൾ ചെയ്താൽ അതവിടെ കാണും. അപ്പൊ അണുമണിത്തൂക്കം നന്മ എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും ചെറുത്, നമുക്ക് ദാനം ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ചെറുത് നാണയം മാത്രമല്ല. നാം നമ്മുടെ വീട്ടിൽ പറിച്ച 2 പച്ചമുളകിൽ 1 പച്ചമുളക് അയൽവാസിക്ക് കൊടുത്താലും അതൊരു ദാനമാണ്, അതൊരു ധർമ്മമാണ്. ഇനി അതിൻ്റെ പ്രതിഫലമാണെങ്കിലോ അത് വളരെ മഹത്തായതാണ്. കാരണം പ്രതിഫലം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു പറഞ്ഞത് അത് ഒരു ഫുലുഫ് പോലെ അല്ലെങ്കിൽ ഒരു ഫസീൽ പോലെ, അതായത് ഒരു കുതിരക്കുട്ടി പോലെ. ചെറുപ്പത്തിൽ നമ്മളൊരു 5000 രൂപക്ക് ഒരു പോത്തുംകുട്ടിനെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു 2 കൊല്ലം നമ്മൾ വളർത്തിയാൽ 50,000-നും 75,000-നും ചിലപ്പോൾ അതിനെ വിൽക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? അത് വളരും. അതുപോലെ നാം പരലോകത്തെത്തുന്നത് വരെ നാം കൊടുത്തൊരു നാണയത്തുട്ട് അത് വളർന്നുകൊണ്ടിരിക്കുമെന്നാണ്. അപ്പൊ അത്രമാത്രം മഹത്വം പ്രതിഫലത്തിലുള്ളതും ലളിതമായി നിർവഹിക്കാൻ പറ്റുന്നതുമാണ് യഥാർത്ഥത്തിൽ ദാനധർമ്മങ്ങൾ. ദാനധർമ്മങ്ങൾ യഥാർത്ഥത്തിൽ നിർവഹിക്കാനുള്ള പ്രചോദനം എന്താണ്? നമ്മുടെ വിശ്വാസം, ഈമാൻ എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പൊ നമ്മൾ സാധാരണഗതി ചിന്തിക്കാറുണ്ട്, ഒരാൾ ഒരു 40 ലക്ഷം രൂപ ഒരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തു. അപ്പൊ നമ്മളും ഒരു പക്ഷേ 40 ലക്ഷം 50 ലക്ഷം ഒക്കെ കൊടുക്കാൻ പ്രാപ്തിയുള്ള ഒരാളാണ്. ഇപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കുക, ഇയാൾ എന്തൊരു വീട്ടിയാണ് 40 ലക്ഷം രൂപ ഒന്നിച്ച് ഒരു സംഗതിക്ക് വേണ്ടി കൊടുക്കുക, എന്താ ഇയാളെ കഥ? അത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാന്റെ പ്രശ്നമാണ്. അതായത് നാം കൊടുക്കുന്നത് നഷ്ടമാകും എന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? പരലോകമുണ്ട്, ചെയ്യുന്നതിന് പ്രതിഫലമുണ്ട്, അതിന് കൂലി കിട്ടും എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ബോധമുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പങ്കുവെക്കാൻ കഴിയാതിരിക്കുന്നത്? നമുക്കെങ്ങനെ കൊടുക്കാൻ കഴിയാതിരിക്കുന്നത്? നമ്മൾ എങ്ങനെയാണ് കുറവിനെ കുറിച്ച് ചിന്തിക്കുന്നത്? അപ്പൊ സത്യം പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഈമാൻ അതിനു മാത്രം വളർന്നിട്ടില്ല എന്നതാണ്. ഇവിടെ സ്വതക്കയേക്കാളും നമ്മൾ പറയേണ്ടത് പിശുക്കിനെ കുറിച്ചാണ്. കൊടുക്കേണ്ട ഒട്ടനവധി സാഹചര്യങ്ങൾ മുന്നിലൂടെ കടന്നു പോയിട്ടും കൊടുക്കാതിരിക്കാം. നമുക്കറിയാം അയൽവാസിക്ക് ഞാൻ കൊടുക്കേണ്ടതുണ്ട്, എൻ്റെ പല ബന്ധുക്കളും എൻ്റെ അടുത്ത് പണമുണ്ടല്ലോ, ഞാൻ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ നല്ലൊരു ദീനി സംരംഭം നടക്കുന്നുണ്ട്, അവിടേക്ക് ഇന്ന് വരെ ഞാൻ മനസ്സറിഞ്ഞൊരു സംഖ്യ കൊടുത്തിട്ടില്ല. കൊടുക്കണമെന്നറിഞ്ഞിട്ടും കൊടുക്കാതിരിക്കണം. അതായത് പിശുക്ക് പറഞ്ഞാൽ കൊടുക്കാൻ കയ്യിലുണ്ട്, കൊടുക്കേണ്ടത് എവിടെയാണെന്ന് നമുക്കറിയാം, പക്ഷെ കൊടുക്കണില്ല. അതിനാ പിശുക്കാരൻ. പിശുക്കിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വചനങ്ങൾ ഒന്ന് ഓതി നോക്കിയാൽ തന്നെ സുഹൃത്തുക്കളെ, നമ്മൾ കൈയയച്ചു കൊടുക്കും. അവർ പിശുക്ക് കാണിക്കുകയും ചെയ്യും. എന്നിട്ട് ഇങ്ങനെ കമന്റ് പറയാം ആൾക്കാർ, ഈ കൊടുക്കാതിരിക്കണമെന്നൊന്നും വലിയൊരു പ്രശ്നമല്ലാന്ന്. അയാൾക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അതിന് പ്രചാരണം കൊടുക്കുകയും ചെയ്യും. കൊടുക്കാതിരിക്കുന്നത് വലിയൊരു പ്രശ്നമല്ല എന്നതിന് അയാൾ കൊടുക്കാതിരിക്കാൻ അയാൾക്കുള്ള ശൈത്താനികമായ പൈശാചികമായ ന്യായങ്ങൾ മറ്റുള്ളവരെ പങ്കുവെക്കും, മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും. അള്ളാഹു കൊടുത്ത ഔദാര്യങ്ങളിൽ നിന്ന് എന്താണെങ്കിലും അതൊക്കെ അവർ മറച്ചു വെക്കുകയും ചെയ്യുന്നു. നിന്യമായ ശിക്ഷ അവിശ്വാസികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ട്. അപ്പോ എന്താ പിശുക്കുന്നില്ല? അവിശ്വാസത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. പിശുക്ക് എന്ന് പറയുന്നത് അവിശ്വാസത്തിന്റെ ലക്ഷണമാണ്. നമ്മളെക്കാളും പണമില്ലാത്തവൻ നമ്മളെക്കാളും പണം കൊടുക്കുന്നത് നമ്മൾ കാണുമ്പോഴും നമുക്ക് കൊടുക്കാൻ തോന്നുന്നില്ലെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മുടെ വിശ്വാസത്തിന് പ്രശ്നമുണ്ട്, നമ്മുടെ ഈമാനിന് പ്രശ്നമുണ്ട്. ഈ പിശുക്ക് അള്ളാഹു കൊടുത്തിന്ന് പിശുക്കി വെക്കുന്ന ആൾക്കാരുണ്ട്. അവർ വിചാരിക്കണം അവർക്കത് ഹൈറാണ്, അവർക്കത് നല്ലതാണെന്ന്. അതുകൊണ്ട് ഒരു ഗുണം അവർക്ക് ഉണ്ടാവില്ല. കൊടുക്കാതിരുന്നാൽ എന്താ നമ്മൾ വിചാരിക്കണത്? ആ ഒരു ഗുണം കിട്ടൂല. കൊടുക്കണ്ടോടത്ത് കൊടുക്കാതെ വെച്ച പണം കൊണ്ട് അവൻ ഒരു ഗുണം കിട്ടൂല. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, നോക്കൂ നിങ്ങൾ, കൊടുക്കാതെ വെച്ചതൊക്കെ ഉരുക്കി തൂക്കി അവന്റെ കഴുത്തിൽ വളയമണിയും, നരകത്തിൽ വളയമണിയും. മാ ബഖിലു ബിഹി, പിശുക്കി വെച്ചത്, യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിന്നാണ്. ഇപ്പൊ എത്ര പിശുക്കിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. വല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ വമൻ യതവല്ല ഫഇന്നല്ലാഹ ഹുവൽ ഗനിയ്യുൽ ഹമീദ്. പിശുക്ക് കാണിക്കുന്ന ആളുകൾ, പിശുക്കാൻ വേണ്ടി ജനങ്ങളോട് കൽപ്പിക്കുന്ന ആളുകൾ, അള്ളാഹു അവരെ ആക്ഷേപിച്ചുകൊണ്ടാണ് സൂറത്ത് ഹദീദിൽ അള്ളാഹു പറയുന്നത്. മാത്രമല്ല എന്താ നമുക്ക് കൊടുക്കാൻ പറ്റാത്തത്? അശ്ശൈത്താനു യഈദുകുമുൽ ഫഖർ. കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ പിശാച് പറയും, എന്ത് ദരിദ്രനായി പോവും, പിന്നെ ആ പരിപാടിക്ക് പൈസ ഉണ്ടാവില്ല, പിന്നെ ആ പ്രൊജക്ടിന് കാശ് ഉണ്ടാവില്ല, പിന്നെ ഇതിന് പ്രശ്നം ഉണ്ടാവും, അവിടെ ഇപ്പൊ കൊടുക്കണ്ട, അപ്പൊ അതവിടെ വെച്ചോ എന്ന് ശൈത്താൻ പറയുന്നതാണ്. ഭാവിയിൽ വരാൻ പോകുന്ന പ്രതിസന്ധികളെ കുറിച്ച് അവൻ ഭീഷണിപ്പെടുത്തും. വയഅ്മുറുകും ബിൽ ബഖ്ശ, എന്നിട്ട് മ്ലേച്ഛമായ കാര്യങ്ങളെ കൊണ്ട് നിങ്ങളോട് കൽപ്പിക്കുന്ന. സുഹൃത്തുക്കളെ, എത്ര ഇതിനൊക്കെ ഗുണം തരുകൾ.
എത്ര ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മുതലാളിമാരോട് പറഞ്ഞതാന്ന് വിചാരിക്കേണ്ട സുഹൃത്തുക്കളെ. നിങ്ങൾ വൈകുന്നേരം ആ പെട്ടിക്കട അടച്ചു പോണ സമയത്ത് ഒക്കെ പാടെ പെറുക്കി കൂട്ടി ചില്ലറ ഒരുമിച്ച് കൂട്ടുമ്പോൾ ഒരു 100 രൂപയാണ് അന്നത്തെ മെച്ചമെങ്കിൽ അതിന്നൊരു 2 രൂപ എടുത്തിട്ട് നമുക്ക് മാസത്തിൽ ദാനം കൊടുക്കാൻ വേണ്ടി മാത്രം ഒരുമിച്ച് കൂട്ടുന്ന ആ പെട്ടില്ലേ, അയക്കാ 2 രൂപ വെക്കുക. അന്നത്തെ വിഹിതം, അന്നത്തെ സ്വതക്ക, മനസ്സിലായി? അത് അന്നത്തെ വിഹിതമാക്കി മാറ്റി വെക്കാം. അതിനെന്തറിയോ, അതിനപ്പുറത്ത് 1 ലക്ഷം കിട്ടിയവൻ മാറ്റിവെച്ച 5000-നെക്കാളും വില ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അത് കൊടുക്കുക എന്ന് പറയുമ്പോൾ സമ്പന്നന്മാരോട് മാത്രം പറയുന്നൊരു കാര്യമില്ല. ഒന്നാമത്തെ എന്താ പറയുക, നബി ഒരിക്കൽ കച്ചവടം നടക്കുന്ന സ്ഥലത്ത് കയറി വന്നു. എന്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ കച്ചവടത്തിൽ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, യാ മഅ്ശറ തുജ്ജാർ, ഈ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരെ, ഇന്നഹു യശ്അദു ബൈഅകും അൽ ഹിലഫ് വൽ കദിബ് ഫശൂബൂഹു ബിസ്സദഖ. നിങ്ങൾ ഈ കച്ചവടം ചെയ്യുമ്പോൾ ചിലപ്പോൾ അസത്യമായ കാര്യങ്ങളൊക്കെ പറയാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കച്ചവടത്തിൽ പറയുമ്പോൾ അവരെ ആകർഷിക്കാൻ വേണ്ടി അസത്യമല്ലെന്ന് നമ്മൾ വിചാരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ പറയും. അതിൻ്റെയൊക്കെ കുറ്റം പോകാൻ നല്ലത് എന്താ അറിയും, പീടി അടക്കുമ്പോൾ കുറച്ച് പൈസ ധർമ്മം ചെയ്താൽ മതി. എന്നാൽ നിങ്ങൾക്ക് ആ പണത്തിനുണ്ടാകുന്ന തകരാറ്, നിങ്ങൾക്ക് വരുന്ന വരുമാനത്തിന് തകരാറില്ലേ, അതൊക്കെ നീങ്ങിപ്പോയിക്കൊള്ളും എന്ന് പറഞ്ഞു. ഖുദ് മിൻ അംവാലിഹിം സ്വദഖ തുതഹിറുഹും വതുസക്കിഹിം. മനസ്സ് നന്നാവുന്നത്. സുഹൃത്തുക്കൾ, എന്ത് ഈ അസൂയ ഉണ്ടാകുന്ന ആൾക്കാരുടെ എന്താ നമുക്ക് കിബിർ തോന്നുന്നത്? ഈ പണം അങ്ങനെ കെട്ടിക്കിടക്കണോണ്ട് കൊടുത്ത് ശീലിച്ചവനാവുന്നുണ്ടാവും. കൊടുത്തവൻ ആരെ കണ്ടാലും അത്ര പൈസ ഉണ്ടാലും അവൻ അസൂയ ഉണ്ടാവില്ല. പൈസ കയ്യിൽ വരുന്നതുകൊണ്ട് അവനൊരു കിബിർ ഉണ്ടാവില്ല. അതെന്താ കാര്യം? കൊടുക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവില്ല. കൊടുക്കുക എന്നുള്ളതാണ് മനസ്സ് ശുദ്ധമാകാനുള്ള ഏറ്റവും വലിയ കാര്യം. ഈ ഭർത്താവ് മരിച്ച് വിധവകളായി മക്കൾ അനാഥരായ കുറേ സഹോദരിമാർ നമ്മളെ ഓർഫൻ കെയറുമായി ബന്ധപ്പെട്ട് വന്നു. അപ്പൊ അവരൊക്കെ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ പറയുമ്പോൾ കടത്തെക്കുറിച്ച് പറയും. ഏതാ ഏറ്റവും വലിയ കടം നിറങ്ങൾ? ഭർത്താവ് മരിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ അടച്ച ബില്ല് 7 കൊല്ലമായിട്ട് അത് വീട്ടാത്ത സഹോദരിമാർ. അപ്പൊ എന്താ, ഏറ്റവും അധികം നമുക്ക് പണം ചെലവുന്നത് രോഗങ്ങൾക്കാണ്. എന്നാൽ രോഗം മാറാൻ ഉള്ളൊരു ചികിത്സയായിട്ട് അള്ളാഹു പറഞ്ഞ ധർമ്മം ഈ 50 ലക്ഷം ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സുഹൃത്തുക്കളെ, ചിലപ്പോൾ 50,000 സദക്ക കൊടുത്താൽ നീങ്ങി കിട്ടുന്ന വേണം. അള്ളി റസൂലും പറയണപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ എന്താ പറയും, ദാവു മർദാക്കും ബിസ്സദഖ, സ്വതക്ക കൊണ്ട് നിങ്ങളുടെ രോഗത്തെ ചികിത്സിക്കാൻ. ഇപ്പൊ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ആദ്യം സ്വതക്ക കൊടുക്കാൻ വേണ്ടതെന്നാണ് ഇതിന്റെ വിശദീകരണം. ആദ്യം സ്വതക്ക കൊടുക്കുക. സ്വതക്ക കൊടുത്താൽ അള്ളാഹു എന്ത് ചെയ്തു തരും? രോഗങ്ങൾ. അത് അള്ള തൃപ്തിപ്പെടും. അല്ലല്ലേ ഷാഫി, സുഖപ്പെടുത്തുന്നവൻ. അപ്പൊ അള്ളാഹു നമ്മുടെ രോഗങ്ങളെ സുഖപ്പെടുത്താൻ കാരണമാവുന്നു. ആ നീയത്തോടെ തന്നെ കൊടുക്കാനാണ്. ഒരു അസുഖം വന്നാൽ നല്ലൊരു സംഖ്യ സ്വതക്ക കൊടുത്തിട്ട് നമ്മൾ അപ്പം തന്നെ പ്രാർത്ഥിക്കാം. ആ സ്വതക്കയോട് അനുബന്ധമായി പ്രാർത്ഥിച്ചാൽ രോഗങ്ങൾ മാറി കിട്ടുമെന്നാ വേണം. രോഗങ്ങൾ മാറാൻ സ്വതക്ക ഒരു കാരണമാണെന്ന്. മറ്റൊന്നെന്താ അറിയോ, വലിയൊരു കാര്യമായി തോന്നിയാണ് ഇമാം മുസ്ലിമിന്റെ ഒരു ഹദീസ്. അതായത് ഈ സ്വതക്ക നമ്മൾ കൊടുക്കുമ്പോൾ അത് ഒരുത്തൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നുണ്ടെന്നില്ല. അതെങ്ങനെ നമുക്ക് സ്ഥിരം ചെയ്യാൻ കഴിയും? ഒരു പട്ടിണി കിടക്കുന്ന കുടുംബമാണ്, അവർക്ക് 1000 രൂപ മാസം നമ്മളത് എത്തും. അതൊരു കറക്റ്റ് ഡേറ്റിന് അവർക്കത് കിട്ടിയിരിക്കും. എന്തായിരിക്കും അവരുടെ പ്രതീക്ഷ? എന്തായിരിക്കും അവരുടെ സന്തോഷം? സുഹൃത്തുക്കളെ, ജീവിതത്തിൽ എത്രയോ കോടികൾ കൂട്ടി വെച്ച് അത് കണ്ട് ആനന്ദിക്കുന്നതിനേക്കാളും സന്തോഷം ഉണ്ടാവുന്നതാണ് ഒരു 100 രൂപേന്റെ ഒരു ആവശ്യക്കാരന് അത് കൊടുക്കുമ്പോൾ അവന്റെ മുഖത്ത് വിരിയുന്ന ഒരു സന്തോഷം, അവന്റെ ഹൃദയത്തിൽ വരുന്ന ഒരു സന്തോഷം. അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തിന് കോടികൾ വിളഞ്ഞു നിൽക്കുന്നത് കാണുന്നതിനേക്കാളും ആനന്ദമുണ്ട് എന്നാണ് പറയുന്നത്. അഹബ്ബുന്നാസി ഇലല്ലാഹ് അൻഫഉഹും ലിന്നാസി. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള വ്യക്തിയാണ്. മനസ്സിലായില്ലേ? നമ്മളിങ്ങനെ മരിച്ചെടുക്കുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ എങ്ങടെ വായ്പ പോവുക, ഇനിയിപ്പോൾ എവിടുന്ന കിട്ടുക? ആരും അറിയാതെ എൻ്റെ കുട്ടികളെ കാര്യം നടന്നു പോയുന്നത് ഈ കടക്കണ മനുഷ്യനെ കൊണ്ടാണ്. ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് പോലും പരിചയമില്ലാത്ത ചില ആളുകൾ നിങ്ങൾ മരിച്ച വീട്ടുമുറ്റത്ത് വന്ന് കരയുന്നുണ്ടായിരിക്കും. അവരാരറിയും? സുഹൃത്തുക്കളെ, ഭാര്യയും മക്കളും അറിയാതെ നമ്മൾ സഹായിച്ച ചില ആൾക്കാർ അവിടെ വന്ന് കരയുണ്ടാവും. ആ മനസ്സിന്റെ സന്തോഷവും ആ മനസ്സിന്റെ പ്രാർത്ഥനയും നമുക്ക് ഫലിക്കും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ഈ മദീനത്തെ പള്ളിയിൽ വന്ന് മസ്ജിദൽ മദീനത്തി ഷഹ്റൻ 1 മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ആവശ്യമുള്ള ഒരുത്തന്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവനെ കുറിച്ചാകുന്നു എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇനിയുമുണ്ട് സുഹൃത്തുക്കളെ. എന്തേലൊക്കെ ഒരു 10 റുപ്യ കൊടുക്കാൻ പറ്റിയാൽ അതിന്റെ ഗുണത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ സമ്പത്ത് വർദ്ധിക്കും. കുറേ വെച്ചല്ലേ കൊടുക്കാത്തത്? എന്നിട്ടുണ്ടായോ സുഹൃത്തുക്കളെ? എന്നിട്ടുണ്ടായോ? നമുക്ക് കൊടുക്കാതെ വെച്ചിട്ട് ആർക്കെങ്കിലും ഉണ്ടായോ? ആർക്കും ഉണ്ടാവില്ല. എന്താ പറയുക, കൊടുക്കാതെ വെച്ചാൽ ഉണ്ടാവില്ല എന്ന് ഷുവർ. എന്തുകൊണ്ട് അറിയോ? രാവിലെ 2 മലക്കുകൾ വന്ന് പ്രാർത്ഥിക്കും, കൊടുക്കാനുണ്ടായിട്ടും കൊടുക്കാതിരിക്കുന്നവനെ നീ നശിപ്പിക്കണം
എന്നാ മലക്ക് പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുമ്മ ആതി മുംസികൻ തലഫൻ, പിടിച്ചു വെക്കുന്നവൻ, ഇല്ലാത്തവനല്ല, കൊടുക്കാനുണ്ടായിട്ട് കൊടുക്കാത്തവനെ നശിപ്പിക്കണം എന്നാണ്. അല്ലാഹുമ്മ ആതി മുംഫികൻ ഖലഫൻ. ഇന്ന് 10 റുപ്യ കൊടുത്താലേ ആ പ്രാർത്ഥന ഞമ്മക്ക് കിട്ടുള്ളൂ അല്ലെ, അല്ലെങ്കിൽ കിട്ടുമോ? കൊടുത്തവന് പിന്നെയും കൊടുക്കണം എന്ന് ഇന്ന് മലക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കൊടുത്താളാകണ്ടേ സുഹൃത്തുക്കളെ? അപ്പോഴല്ലേ നമ്മൾ ആ പ്രാർത്ഥന പെടുള്ളൂ. അപ്പൊ നമുക്കുണ്ടാവാൻ വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വർദ്ധിക്കും. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്. ഒരു ഗ്രാമക്കാരെ സൂക്ഷ്മത പാലിക്കുകയാണെങ്കിൽ അവർക്ക് ഞാൻ തുറന്നു കൊടുക്കുന്നതാണ്. അനുഗ്രഹത്തിന്റെ ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു ഒഴുകുന്നതാണ് സമ്പത്ത്. അള്ളാഹു നമുക്ക് ബർക്കത്ത് കൊണ്ട് അനുഗ്രഹിക്കും. യബ്ന ആദം അംഫിഖ് അലൈക്, കൊടുക്ക് മനുഷ്യ, നിനക്ക് വേണ്ടി നൽകപ്പെടും. നീ കൊടുത്തോ, നിനക്ക് വേണ്ടി നൽകപ്പെടും എന്നാണ്. മനസ്സിലായി സുഹൃത്തുക്കളെ? നല്ലത് സമ്പാദിച്ച് നല്ല നിലക്ക് പോകുമ്പോൾ അതിന് വർധനവുണ്ടാവും. എന്നാൽ ചീത്ത ധനമാണെങ്കിലും അത് നശിക്കും, അതെവിടെ നിലനിൽക്കൂല. ഇത് വായിച്ചപ്പോൾ അതിലൊരു സംഭവം പറയുന്നു. ഒരാള് അയാൾക്ക് എത്രയോ പണം പലിശയായി വന്നു. അപ്പൊ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, അത് വാങ്ങണ്ടടോ, അതൊന്നും എനിക്ക് പറ്റിയ സാധനമല്ല, അതൊന്നും എൻ്റെ സമ്പത്തിൽ കലർത്തേണ്ടെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, നിന്റെ പണത്തും ഉണ്ടായതാണ്, അത് എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് അയാൾ വാദിച്ചത്. ഇന്റെ പണത്തും ഉണ്ടായത് എനിക്ക് അവകാശപ്പെട്ടതല്ലേ അത്. അങ്ങനെ അയാളുടെ മകന് മാരകമായൊരു അസുഖം വന്നു. ഈ പണം മുഴുവൻ ചെലവഴിച്ചിട്ടും അസുഖം തീർന്നില്ല എന്നാണ്. അങ്ങനെയാണ് ഇപ്പം ഇന്നത്തെ അസുഖങ്ങൾ, ഇന്നത്തെ രോഗങ്ങളും ചികിത്സകളും അങ്ങനെയാണ്. എത്രയാണ് ചികിത്സക്ക് വേണ്ടി വരാന്ന് ഒരാൾക്കും ആയുസ്സിൽ കണക്കാക്കി കരുതി വെക്കാൻ പറ്റില്ല. അപ്പൊ ഒക്കെ കഴിഞ്ഞ് ഒക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, യംഹഖുല്ലാഹു റിബ വയുർബി സ്വദഖ, പലിശയെ അള്ളാഹു നശിപ്പിച്ചു കളയും. പലിശ കൊണ്ടുണ്ടോ ഒക്കെ നശിച്ചു, എന്നാൽ സ്വതക്ക കൊണ്ടുള്ളതോ അത് പരിപോഷിക്കപ്പെടും. സ്വതക്ക പരിപോഷിക്കപ്പെടാതെ പിന്നെ കൊടുത്താൽ പോവോ സുഹൃത്തുക്കളെ? കൊടുത്താൽ പോവില്ല. ആത്മാർത്ഥമായിട്ട് കൊടുത്ത് ഒരിക്കലും പോവില്ല. വിശ്വാസമുള്ളവന് കൊടുക്കാൻ ഇതിനേക്കാളും വലിയ ഉറപ്പെന്താ? കൊടുത്താൽ പോകൂല. അള്ളാഹ് പറയല്ലേ, വമാ തുൻഫിഖൂ മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫു വഹുവ ഖൈറുർ റാസിഖീൻ. നിങ്ങൾ എന്ത് ചെലവഴിച്ചാൽ, വമാ തുൻഫിഖൂ മിൻ ഷൈഇൻ, നിങ്ങൾ എന്ത് കൊടുത്താലും ഫഹുവ യുഖ്ലിഫുഹു, അത് നിങ്ങൾക്ക് അവൻ പകരം തരും. വഹുവ ഖൈറുർ റാസിഖീൻ, അവൻ റിസ്ക് കൊടുക്കുന്നവരിൽ, ഉപജീവനം നൽകുന്നതിൽ ഏറ്റവും ഉത്തമനാകുന്നു എന്നാണ് പറയണത്. സുഹൃത്തുക്കളെ, പാപം പൊറുക്കുന്നവരാണ്, തെറ്റ് പൊറുക്കുന്നു. നമ്മൾ സദക്ക കൊടുക്കുമ്പോഴേ നമ്മളെ പാപങ്ങൾ പുറത്തു പോകും. പിന്നെ വെള്ളം തീ കെടുത്തുന്നത് പോലെ പാപങ്ങളെ കെടുത്താൻ സ്വതക്കക്ക് പറ്റുന്ന. ഇതൊക്കെ ഈ ദുനിയാവിൽ കിട്ടുന്ന ഗുണങ്ങൾ. ഈ പരലോകത്ത് എന്തൊക്കെ സുഹൃത്തുക്കളെ? പരലോകത്ത് അള്ളാഹു ഈ സദക്കകളെ കൊണ്ട് ഒന്ന് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇരട്ടി ഇരട്ടി പ്രതിഫലമായി വർദ്ധിച്ച് നാളെ പരലോകത്ത് വമ്പിച്ച പ്രതിഫലമായി നമുക്ക് വന്നു ചേരും. അത് ഈ സദക്ക കൊണ്ടാണ് ഏറ്റവും അധികം കിട്ടുക. ഇരട്ടിപ്പിച്ച് അവിടെ കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ എന്തുണ്ടാവും? വലത്തെ കയ്യിൽ ഗ്രന്ഥം കിട്ടിയാലേ വളരെ ലഘുവായൊരു വിചാരണ അതേ ഉണ്ടാവുള്ളൂ. ഹിസാബ് യസീർ, വിചാരണ ലഘുവാകും. നന്മകൾ വർദ്ധിക്കുമ്പോൾ വിചാരണ എന്ത് ചെയ്യും? ലഘുവായി കിട്ടുന്നതാണ്. ആ ലഘുവായി കിട്ടുന്ന നാളെ പരലോകത്ത് സ്വർഗം കിട്ടുന്ന ആളുകളെ എണ്ണിയപ്പോൾ അല്ല എന്തൊക്കെ എണ്ണിയറിയങ്ങൾ. ചില ആൾക്കാർ നിസ്കാരം വളരെ കറക്റ്റായിട്ട് ചെയ്യും, മനസ്സിലായി. അത് ആ കൃത്യതയോടുകൂടെ പള്ളിയിലെത്തി എല്ലാവരും, അത് നല്ലൊരു കാര്യമാണ് സുഹൃത്തുക്കളെ. അത് അയാളെ ഈമാന്റെ തെളിവാണ്. പക്ഷെ അവിടെ നിൽക്കണില്ല. അല്ലൊക്കെ കൂട്ടിയാ പറഞ്ഞത്, കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, രാത്രി കുറച്ചേ ഉറങ്ങുള്ളൂ. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അത്താഴ സമയങ്ങളിൽ അവർ പാപമോചനം തേടും. വഫീ അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സാഇലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവനും ദരിദ്രനും അവന്റെ സ്വത്തിൽ ഒരു അവകാശമുണ്ട്. ഒരു പങ്ക് ഞമ്മക്ക് കിട്ടിയുന്ന ഒരു പങ്ക് രാത്രി ഉറങ്ങാതെ നിസ്കരിക്കുന്ന പോലെ അന്ത്യയാമങ്ങളിൽ എല്ലാവരും മൂടി പുതച്ചുറങ്ങുമ്പോൾ പാപമോചനത്തിന് ഒഴിഞ്ഞിരിക്കുന്ന പോലെ തൻ്റെ സമ്പത്തിൽ നിന്നൊരു വിഹിതം അവൻ അവകാശപ്പെട്ടവർക്ക് നൽകിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. എത്ര നിസ്സാരമായൊരു ദാനത്തിന് പോലും ആ പ്രതിഫലം കിട്ടും സുഹൃത്തുക്കളെ. സിറാത്ത് കടക്കുക, ആ സിറാത്ത് നരകത്തിന്റെ മുകളിലൂടെ അപ്പുറത്തേക്ക് സ്വർഗത്തേക്ക് എത്തണം. സിറാത്ത് കടക്കാൻ സുഹൃത്തുക്കളെ, അത് നമുക്ക് നമ്മുടെ ഹൈ ക്ലാസ് വാഹനത്തിലൊന്നും പറ്റൂല. അത് നന്മകളെ കൊണ്ട് മാത്രമേ പറ്റൂ. കാറ്റിൻ്റെ വേഗതയിൽ പോകുന്ന ആളുകൾ, കുതിരയുടെ വേഗതയിൽ പോകുന്ന ആൾക്കാരുണ്ട്. ആ വേഗതക്കൊക്കെ മാനദണ്ഡം എന്താണ് സുഹൃത്തുക്കളെ? വഇമ്മിൻകും ഇല്ലാ വാരിദുഹ, എല്ലാവരും അവിടെ വരും.
നരകത്തിൻ്റെ അടുക്കൽ വരും. എന്നിട്ട് സ്വർഗത്തേക്ക് പോകണമെങ്കിൽ നരകത്തിൻ്റെ മുകളിലൂടെ സിറാത്തിലൂടെ പോകാൻ പറ്റുള്ളൂ. സൂക്ഷ്മത പാലിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകും. ആ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ ആരാണ്? മുത്തഖികൾ ആരാണ്? അവരെ വിശേഷണം ഖുർആൻ പറയുന്നുണ്ട്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ വൽകാളിമീനൽ ഗൈദ വൽ ആഫീന അനിൻ നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. എല്ലാം ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും അവർ പണം കൊടുക്കും, ചെലവഴിക്കും. അവരെയാണ് അതിൻ്റെ വിശേഷണമായി പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ മഹത്വങ്ങളുടെ സുഹൃത്ത്! എന്തായാലും ഈ കൊടുക്കണവരും കൊടുക്കാത്തവരും ഒരേ മാതിരിയാണ്. അഫനജഅലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ. രണ്ടും വ്യത്യസ്ത ആൾക്കാർ. അപ്പോൾ കൊടുക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു ദറജ അള്ളാഹു കൊടുക്കും. അള്ളാഹുവിൻ്റെ കോപമടങ്ങും. അള്ളാഹുവിൻ്റെ കോപമടങ്ങാൻ നമ്മുടെ സദക്കകളെ കൊണ്ട് പറ്റും എന്ന് ഹദീസിൽ കാണാൻ പറ്റും. എന്തൊക്കെ പുണ്യൻ്റെ സുഹൃത്തുക്കളെ! ഈ പറഞ്ഞത് മുഴുവൻ കിട്ടാൻ നമ്മൾ ഒരു ചെറിയ സംഖ്യ ദാനം ചെയ്യുമ്പോൾ ഈ മുഴുവനും, ഈ പറഞ്ഞതും ഇനി പറയാത്തതുമായ ഒട്ടനവധി മഹത്വങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് ശരിക്കും ആലോചിക്കുക സുഹൃത്തുക്കളെ, നമ്മളൊരു പിശുക്കനാണോ? നമ്മുടെ വരുമാനം അനുസരിച്ച് നാം കൊടുക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കണം. പലപ്പോഴും വിചാരിക്കും ഞാൻ കൊടുക്കുന്ന ആളാന്ന്. നമ്മളെപ്പറ്റി കൊടുത്തത് എത്രയെന്നൊന്ന് കണക്കൂട്ടി നോക്കിയാൽ നമുക്കറിയാം കൊടുക്കുന്നുണ്ടോ എന്ന്. എന്തെല്ലാം നല്ല നല്ല സംരംഭങ്ങളുണ്ട്. ആ നന്മക്ക് നല്ല പ്രാർത്ഥനയോടുകൂടി ഈ പ്രതിഫലങ്ങളെല്ലാം ആഗ്രഹിച്ചുകൊണ്ട് ചിലവഴിക്കാനുള്ള പിശുക്കില്ലാത്ത ഈമാനുള്ളൊരു മനസ്സ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുവാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്താൻ. നമ്മൾ വിചാരിക്കുന്ന പ്രായമൊക്കെ ആകുമ്പോൾ കൊടുക്കാം. പ്രായമാകുമ്പോൾ യുവത്വം പ്രാപിക്കുന്ന ഒന്നാണ് പിശുക്ക് എന്ന് പറയുന്നത്. പ്രായമാകുമ്പോൾ പിന്നെ നമുക്ക് ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മൾ നന്നായി സദക്ക ചെയ്യുന്ന ഈ കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഇപ്പം കൊടുക്കാതിരിക്കാനുള്ള ന്യായം അതാണ്. ചെറുപ്പക്കാർക്ക് കൊടുക്കാതിരിക്കാൻ ഞാൻ എന്താ? വയസ്സാവുമ്പോൾ കൊടുക്കണം. വയസ്സാവുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഭയങ്കര പിശുക്കായിരിക്കും. പിശുക്കിന് യുവത്വം പ്രാപിക്കുക പ്രായമാകുമ്പോൾ. അപ്പോൾ തീരെ കൊടുക്കാൻ തോന്നില്ല എന്നാണ്. അപ്പോൾ ആ കാത്തിരിപ്പിന് എന്തായാലും അർഹതയില്ല. 2-3 കാര്യങ്ങൾ പ്രധാനമാണ്. ഒന്ന്, നല്ലത് കൊടുക്കുക. നല്ല ധനം എന്ത് ചെയ്യാറ്? കൊടുക്കുക. കാരണം അള്ളാഹു നല്ലതേ സ്വീകരിക്കുകയോ, അള്ളാഹു നല്ലതേ സ്വീകരിക്കും. തൊയ്യബ് അള്ളാഹു സ്വീകരിക്കും. നല്ല കൊടുക്കുക. രണ്ടാമത്തെ വെച്ചാൽ നല്ല നീയത്ത് കൊടുക്കുക. നല്ല നീയത്തിൽ കൊടുക്കുക. കാരണം നീയത്തിലല്ലാതെ കൊടുത്താൽ എന്താ പറയുക, പിന്നെ നമ്മൾ സങ്കടപ്പെടും. ചിലപ്പോൾ ഗൾഫിലൊക്കെ പോയി മുഴുവൻ സ്വത്തും കുടുംബവും കൂടി ചിലവാക്കിയിട്ടുണ്ടാവും. ഓരെന്തെങ്കിലും ഒരു നന്ദി കെട്ട വാക്കറിനോട് കൂടെ നമ്മുടെ ജീവിതം വെറുതെ ആയിപ്പോകും. അവിടെ കൊടുക്കുമ്പോൾ പരലോകത്ത് നിന്ന് കിട്ടാൻ വേണ്ടി തന്നെ കൊടുക്കുക. പിന്നെ കൊടുക്കുക എന്നുള്ളത് നടക്കണമെങ്കിൽ എന്ത് വേണമെന്ന് പറയുന്നത്, ഒരു നിശ്ചിത വിഹിതം മാറ്റി വെക്കണം. നിങ്ങളുടെ ദിവസ വരുമാനത്തിൽ നിന്ന് ഒരു സംഖ്യ, അത് വെക്കാനൊരു പെട്ടി വേണം, അത് വെക്കാനൊരു ബോക്സ് വേണം, എന്നാലേ കൊടുക്കുള്ളൂ. ഒരു വർഷം നിങ്ങൾ കൊടുക്കുന്ന സംഖ്യ അതിനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ അതിനൊരു ശമ്പളക്കാരനാണോ, ഒരു മാസത്തിൽ നിങ്ങളൊരു കുട്ടിയെ ഏറ്റെടുത്തു, ഒരു ഓർഫൻ കുട്ടിയെ ഏറ്റെടുത്തു, അതിന് കൊടുക്കണ്ടോ? കൊടുക്കുക. എന്തിനാണോ കൊടുക്കുന്നത്? പള്ളിക്കൊരു സംഖ്യ കൊടുക്കണം, നിശ്ചയ സംഖ്യ, അതെല്ലാ മാസം കൊടുക്കുക. അപ്പോൾ അത് തീരുമാനിച്ചാൽ നമ്മൾ ദിവസത്തിലും കൊടുത്തുകൊണ്ടിരിക്കും. കൊടുക്കുക കൊടുക്കില്ല. നിശ്ചിത സംഖ്യ മാറ്റി വെക്കണം. എന്തിന് കൊടുക്കണം തീരുമാനിക്കണം. എങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കൊടുക്കും എന്നിങ്ങനെ പറയുന്നല്ലാതെ കൊടുക്കുക എന്നുള്ളത് പ്രായോഗികമായി നടന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് വ്യവസ്ഥാപിതമായി ദാനധർമ്മങ്ങൾക്കൊരു അവസരം ഉണ്ടാക്കുക. അതിനൊരു ഗുണവും കൂടി ഉണ്ട്. അഥവാ ഇനിയിപ്പോൾ ഇതൊക്കെ ആസൂത്രണം ചെയ്ത് ചുമ്മാ കഴിഞ്ഞ് പോയി ശമ്പളത്തിന് ഇത്ര കൊടുക്കാന്നൊക്കെ ആസൂത്രണം ചെയ്ത് നമ്മൾ കണ്ടടച്ചാലും ആ കൂലി അവിടെ ഉണ്ടാവും. മനസ്സിലായി? അത് 1 മാസം കൊടുത്ത് മരിച്ചാലും നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കുമല്ലോ. നമുക്കൊരു നല്ല കർമ്മമായിട്ട് അതവിടെ നിലനിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിതത്തിൽ എന്ത് കേട്ടാലും അതൊക്കെ നടപ്പിലാക്കാനുള്ള ഒരു നല്ല തീരുമാനം ജീവിതത്തിൽ കൈക്കൊള്ളാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മുടെ നന്മകൾ വളരും, നമ്മുടെ അമലുസ്വാലിഹാത്തുകൾ വളരും, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകും, മരണം സൗകര്യപ്രദമാകും, ഖബറിലെ ജീവിതം സുഖകരമായി കിട്ടും. ഇത് നമുക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് നാം ഓർക്കുക. ദാനമല്ലാത്ത എല്ലാ ചെലവഴിക്കലും എല്ലാവർക്കും വേണ്ടിയാണ്. ദാനം കൊടുക്കുന്നത് മാത്രം നമുക്ക് വേണ്ടി മാത്രമാണെന്ന് നമുക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാകും.